നമസ്കാരം. നമ്മൾ ഓൺലൈൻ്റെ ഇൻഫോ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇൻഫോ ടൈമിൽ നമ്മളോടൊപ്പം ചേരുന്നത് കാൽഗറിയിലെ ഫാർമസിസ്റ്റായ ഷീബ വിൻസ് ആണ്. കാനഡയിലേക്ക് വരുന്ന ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ഷീബ, നമസ്കാരം. വെൽക്കം ടു ദ പ്രോഗ്രാം. ഹായ്, നമസ്കാരം. ഷീബ കാനഡയിലേക്ക് വന്നതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഞാൻ 2013 ഫാർമസിസ്റ്റ് ആയിട്ട് കാൽഗറി വരുന്നത്. 2014 ഇവിടെ ഫാർമസിസ്റ്റ് ആയത്. അതിന് മുമ്പ് ഞാൻ ദുബായിലായിരുന്നു. കാനഡയിൽ എങ്ങനെ ഒരു ഫാർമസിസ്റ്റ് ആവാം? പ്രോസസ് ഇച്ചിരി ടഫാണ്. ടോട്ടൽ 3 എക്സാംസ് ഉണ്ട്, 6 months ഓഫ് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇപ്പോഴത്തെ ന്യൂ പ്രോസസ്സിൽ ഫസ്റ്റ് ഇവാലുവേറ്റിംഗ് എക്സാം എഴുതിയിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ 1 വർഷം പഠിച്ചിട്ട് വേണം ബാക്കി 2 എക്സാമും എഴുതാനും സ്റ്റുഡൻഷിപ്പ്. സോ ഇറ്റ് വിൽ ടേക്ക് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 3 years ടു ബിക്കം എ ഫാർമസിസ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ ബിഫാം, ഡിഫാം എന്നീ കോഴ്സുകൾ എടുത്തു വരുന്നവർക്ക് കാനഡയിൽ വരുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സുകൾ ആവശ്യമുണ്ടോ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ്? കാനഡ വരുന്നതിന് മുമ്പ് കോഴ്സസ് ഒന്നും രജിസ്റ്റർ ചെയ്യണ്ട. പക്ഷെ ഇവാലുവേറ്റ് ചെയ്യണം ദാറ്റ് യുവർ ക്രെഡൻഷ്യൽ ഇസ് ഈക്വേറ്റഡ് ടു കനേഡിയൻ ക്രെഡൻഷ്യൽസ്. അപ്പൊ അത് ചെയ്യണം. പിന്നെ ഇവാലുവേറ്റിംഗ് എക്സാംസ് ക്ലിയർ ചെയ്താൽ ഒരു സ്റ്റെപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും ഇവിടെ വരുമ്പോൾ. പ്രത്യേകിച്ച് കോഴ്സസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡിഫിക്കൽട്ടി വരുന്നത്. ഈ ഫാർമസിസ്റ്റിനുള്ള ടെസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നും എഴുതാനുള്ള സൗകര്യമുണ്ടോ? നാട്ടിൽ നിന്ന് എഴുതാൻ പറ്റില്ല. 2 സെന്ററേ ഉള്ളൂ. ഫസ്റ്റ് എക്സാമിന് യുകെയും കാനഡയും. അത് വിസിറ്റിൽ വന്ന് എഴുതാൻ പറ്റുന്നതാണ്. ബട്ട് ഇറ്റ്സ് എ ഹ്യൂജ് എക്സ്പെൻസ്. അപ്പോൾ നേരത്തെ നാട്ടിൽ നിന്നും വരുന്നവർ എക്സാം എഴുതുന്നതിന് മുമ്പ് ക്രെഡൻഷ്യൽ ഇവാലുവേഷനും എല്ലാം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? സോ PEBC എന്ന് പറയാം, ഫാർമസി എക്സാമിനേഷൻ ബോർഡ് ഓഫ് കാനഡ. സോ PEBC.ca പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ റിക്വയർമെന്റ്സും ഫോർ എ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ഫോർ ഫാർമസിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇറ്റ് കോസ്റ്റ്, ഞാൻ ചെയ്ത സമയത്ത് 500 ആയിരുന്നു. ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി കൂടിയിട്ടുണ്ട്, $600. അപ്പൊ അത് ചെയ്യണം. ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് നമ്മുടെ കോളേജിൽ നിന്ന് ഡയറക്ട്ലി ടു ദ ഫാർമസി കൗൺസിൽ ഓഫ് കാനഡയിൽ അയച്ചു കൊടുക്കണം. അവർ ഈക്വേറ്റ് ചെയ്യും. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പം യു ആർ ഓക്കെ ടു ഗോ ഫോർ ദ നെക്സ്റ്റ് പ്രോസസ്. സോ ദ നെക്സ്റ്റ് പ്രോസസ് ഇസ് റൈറ്റിംഗ് എൻ എക്സാം. അപ്പൊ ആ എക്സാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാർമസി നാട്ടിലത്തെ ഈസ് ഈക്വൽ ടു ദ കനേഡിയൻ ഫാർമസി. അതാണ് ആ പരീക്ഷയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡൺ. ദാറ്റ് ഇസ് യുവർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു ദ കനേഡിയൻ ബാച്ചിലേഴ്സ് ഡിഗ്രി. So that total cost around $1,000, $500 for evaluation and $500 for the exam. നാട്ടിൽ നമ്മൾക്ക് ഫാർമസിയിൽ പല കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. ഡിഫാം, ബിഫാം, എംഫാം. അപ്പോൾ ഈ പല കോഴ്സും ചെയ്യുന്നവർക്ക് അവരുടെ ഇവിടെ വരുമ്പോഴുള്ള ഇക്വലൻസി ഒരുപോലെയാണോ? അതേ ഡിഫാം എടുത്തവര് വേറെ എന്തെങ്കിലും അഡീഷണൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ടേ അവർക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ? സോ ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഫാം ഡി ഡിഗ്രി മാത്രമാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫാർമസിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാച്ചിലേഴ്സ് എടുത്തവർക്കൊന്നും മാസ്റ്റേഴ്സ് ചെയ്യോ ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമില്ല. അൺലൈക്ക് US 2000 കഴിഞ്ഞപ്പം ദേ വർ ഓൺലി ക്രെഡൻഷ്യലൈസിങ് ഫാം ഡി. പക്ഷെ കാനഡയിൽ ഇപ്പോഴും ബിഫാമും ഫാം ഡിയും ഓക്കെ ആണ്. മാസ്റ്റേഴ്സ് എടുത്തത് ഇറ്റ്സ് നോട്ട് വാലിഡ് ആക്ച്വലി അൺലെസ് യു ആർ ഗോയിങ് ഇൻ ടു റിസർച്ച്. But if you want to work as a pharmacist, BPharm മതി അല്ലെ ഫാം ഡി മതി. പിന്നെ ഡിപ്ലോമ പ്രോഗ്രാം ഇവിടുത്തെ ഡിപ്ലോമ പ്രോഗ്രാം പോലെയാണ്. പക്ഷെ അതിനും ഇതുപോലെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ടെക്നീഷ്യൻ ആവും. ഒരു റെഗുലേറ്റഡ് പ്രൊഫഷൻ ആണ് ഫാർമസി ടെക്നീഷ്യൻ.
ഈ ഫാർമസി ടെസ്റ്റില് ഏകദേശം എത്ര ടെസ്റ്റുകൾ ഉണ്ടാവും? ഒരു റിട്ടൺ ടെസ്റ്റ് ആണോ അതോ ഒന്നിലധികം ടെസ്റ്റുകൾ ഉണ്ടാവും? ഫാർമസി ടെസ്റ്റ് ടോട്ടൽ 3 ആണ്. ഫസ്റ്റ് ഇവാലുവേറ്റിംഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും റിട്ടൺ എക്സാംസ് ആണ്. ഈ റിട്ടൺ എക്സാംസ് കഴിഞ്ഞിട്ട് പിന്നെ ഓസ്കി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അത് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാം ആണ്. സോ ബേസിക്കലി ആക്ടിങ് പേഷ്യൻസ് തരും, ഹൗ യു ആർ ഇവാലുവേറ്റിംഗ് ആൻഡ് ഡൂയിങ് എ മെഡിക്കേഷൻ മാനേജ്മെന്റ്. സോ അതൊരു 7 സ്റ്റേഷൻസ് 15 സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക് എക്സാമിന്. 7 in the morning, പിന്നെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് അടുത്ത 7. സോ അതാണ് അവർ നമ്മളെ പറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഹൗ ഗുഡ് യു ആർ ഇൻ യുവർ പ്രാക്ടിക്കൽ ടെസ്റ്റ്. സോ ആ 3 എക്സാംസ് ആണ്. ഈ 3 എക്സാംസിനും 3 ചാൻസ് വീതമാണ്. സോ ഇഫ് യു ബ്ലോ അപ്പ് 3 chances, then you have to do certain courses to get the 4th chance. അത് ഭയങ്കര tedious സ്റ്റെപ്പാണ്. പക്ഷേ യൂഷ്വലി 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു പാസ്, then you can't be a pharmacist. You have to go back to school. ഏകദേശം ഈ എക്സാം അതിന്റെ പ്രോസസ് എല്ലാം എത്ര രൂപ കോസ്റ്റ് വരും? ഇപ്പോഴത്തെ പുതിയ സ്കീം അനുസരിച്ച് ഫസ്റ്റ് ഇവാലുവേറ്റിംഗ് എഴുതിയിട്ട് 3 കോളേജുള്ളൂ കാനഡയില് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട. അതിന്റെ കോസ്റ്റ് 16,000 ആണ്. ആ കോഴ്സിന് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. Maybe it will take a year, maybe it will take 6 months or 2 years, depending upon the seats available. But that's 16,000. പിന്നെ എക്സാംസ് എഴുതുന്നതിന് മൊത്തത്തിൽ ഒരു another 6,000 കൂട്ടിയാൽ 26,000 is the total expenditure for just writing the expense without the cost of living here. ഈ എക്സാം പാസ്സാവാൻ വേണ്ടി പ്രത്യേക കോച്ചിങ്ങുകളോ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? കോഴ്സസ് ഒരുപാടുണ്ട്. ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ടൊറന്റോയിലെ മിസ്ബ ആണ് ഫാർമസി ഇവാലുവേറ്റിംഗിൽ ഏറ്റവും ടോപ്പ്. ഇത് 7 years ago it costed $2,000. ഇപ്പം ഈ 3,000 ആയി കാണണം. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മിക്ക സ്റ്റുഡൻസും ഇവാലുവേറ്റിംഗ് ക്ലിയർ ചെയ്യും. പിന്നെ MCQ ഓസ്കിക്കും ഫാർമ അച്ചീവ് ഉണ്ട്, ഫാർമ എക്സലൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ആൻഡ് ദേ ഡു ഇറ്റ് ഓൺലൈൻ. പ്രിറ്റി എക്സ്പെൻസീവ് ആണ്. $3,000 to $4,000 ആകും കോച്ചിങ് ക്ലാസ്സസിന് തന്നെ. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ ലോ ഇൻകം ആണെങ്കിൽ ചിലര് എലിജിബിൾ ആണ് ഗ്രാന്റിന് വേണ്ടി. സോ അപ് ടു 16,000 ഒക്കെ അവർ ഗ്രാന്റ് തരും. സോ ഡിപ്പെൻഡ്സ്. ഈ എക്സാം എഴുതാൻ പ്രത്യേകം നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ഏതെങ്കിലും എഴുതേണ്ടതുണ്ടോ? അതേ നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സിനോട് അനുബന്ധിച്ച് എഴുതുന്ന ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മതിയാകുമോ? ഇമിഗ്രേഷൻ പ്രോസസ്സിന് നമ്മൾ ഓൾറെഡി IELTS എഴുതുന്നത് അത് തന്നെ മതി. ഇവാലുവേറ്റിംഗിന് ദേ റിക്വയർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. പക്ഷെ അത് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി 2 years ആണ്. സോ അത് തന്നെ മതി. അപ്പോൾ നേരത്തെ ഷീബ പറയുകയുണ്ടായി 3 പ്രാവശ്യം അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇനി ഒരു അറ്റംപ്റ്റ് വേണമെങ്കിൽ കോഴ്സസ് എക്സ്ട്രാ എടുക്കണമെന്ന്. അങ്ങനെ 4മതൊരു അറ്റംപ്റ്റോട് കൂടി നമ്മളുടെ അറ്റംപ്റ്റ്സ് കഴിയുകയാണോ അതേ വീണ്ടും അറ്റംപ്റ്റ് എടുക്കാനുള്ള അവസരങ്ങളുണ്ടോ? 4മത്തെ അറ്റംപ്റ്റോട് കൂടി പിന്നെ പറ്റത്തില്ല. പിന്നെ തിരിച്ച് ഫാർമസി ഇവിടുത്തെ കോളേജിൽ പഠിച്ചാലേ ഫാർമസിസ്റ്റ് ആകാൻ പറ്റൂ. അപ്പോൾ 4 അറ്റംപ്റ്റ്സും കഴിഞ്ഞ് ഫാർമസി കോഴ്സ് എടുക്കാതെ ഫാർമസിസ്റ്റ് അല്ലാതെ ഫാർമസി ലൈനിൽ നമ്മുടെ നാട്ടിൽ എടുത്തവർക്ക് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെറിയ കോഴ്സുകൾ അവൈലബിൾ ആണോ? ആണ്. പിന്നെ ടെക്നീഷ്യൻ ആകാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആകാം. അസിസ്റ്റന്റ് ആകുന്നതിന് $5,000 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് കോളേജസിൽ 6 മാസത്തെ കോഴ്സ് ചെയ്യും. അത് കഴിഞ്ഞാൽ അതൊരു റെഗുലേറ്റഡ് പ്രൊഫഷൻ അല്ല. ജസ്റ്റ് ലൈക്ക് ഡൂയിങ് എനി അതർ ജോബ് യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ റെഗുലേറ്റഡ് പ്രൊഫഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ 2 വർഷം പഠിച്ച് ടെക്നീഷ്യൻ ആകുക. ദെൻ അത് ഒരു റെഗുലേറ്റഡ് പ്രൊഫഷനാണ്, റെഗുലേറ്റഡ് ഫാർമസി ടെക്നീഷ്യൻ. ഏകദേശം ഈ സാലറി വൈസ് നോക്കുവാണെങ്കിൽ എത്ര ഡിഫറൻസ് വരും ഒരു ഫാർമസിസ്റ്റിനും ഒരു ഫാർമസി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ? ഫാർമസി ടെക്നീഷ്യന്റെ സാലറി റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ 22 ഓൺവേർഡ്സ് ആണ്. ഹോസ്പിറ്റലിൽ $28
per hour. And it might go up to 30, 32 depending upon experience. അപ്പോൾ ഇത്രയും നേരം കേട്ടതിൽ നിന്നും ഫാർമസിസ്റ്റ് ആകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എന്നാൽ ഒരല്പം കഷ്ടപ്പെട്ടാൽ ഒരു ഫാർമസിസ്റ്റ് എക്സാം പാസ്സാവുന്നത് വലിയ ദുഷ്കരവുമല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു ഫാർമസിസ്റ്റ് ആയാൽ കാനഡയിലെ ഫാർമസിസ്റ്റിന്റെ സ്കോപ്പും സാലറിയും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? So 3 years എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലഭിക്കുവാണെന്നുണ്ടെങ്കിൽ 3 yearsനുള്ളിൽ ഫാർമസിസ്റ്റ് ആകാം. പിന്നെ ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് സാലറി 42 to 45 ആണ് പെർ അവർ. ഡിപ്പെൻഡിങ് അപ്പോൺ എവിടെയാണ് കിട്ടുന്നത് അത് കൂടും. റിമോട്ട് പ്ലേസസിലാണെങ്കിൽ ഇച്ചിരി കൂടെ കൂടും. അതാണ് ഇപ്പോഴത്തെ പേ. ഇപ്പൊ ഇത്രയും പൈസ ലൈക്ക് 26,000 ഇതിന് മാത്രമാണ് 3 ഇയറിന്റെ സ്റ്റേ ഒക്കെ കൂട്ടിയ അനദർ ടോട്ടൽ 50,000 മേലെ ചെലവാക്കിയാലും I still feel it is worth because you can pay it off at the end. Determinationum passionum undengil everybody can become a pharmacist. It's just a mindset. അപ്പോൾ എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റിന്റെ അടുത്ത പ്രോസസ് എന്തൊക്കെയാണ്? എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റേൺഷിപ്പ് ഉണ്ട് 6 months. Depending upon how the companies, they may pay you or they may not pay. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേ ഇല്ലാതെ ഒരു 6 മാസം ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന്റെ കീഴിൽ ഷാഡോ ചെയ്ത് പഠിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് യുൽ ബിക്കം എ ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ്. ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ് ആയ സ്റ്റിൽ യു ഹാവ് ലോട്ട് ഓഫ് സ്കോപ്പ്. സർട്ടിഫൈഡ് ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ ആകാം. പിന്നെ യു ക്യാൻ അപ്ലൈ ഫോർ പ്രിസ്ക്രൈബിംഗ് അതോറിറ്റി. പിന്നെ asthma educator agam. So many scopes are there. Depending upon your interest, you can pursue that. അപ്പോൾ ഒരിക്കൽ റെഗുലേറ്ററി എക്സാം പാസ്സായ ഒരു ഫാർമസിസ്റ്റ് എല്ലാ വർഷവും ഈ ലൈസൻസ് പുതുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം എഴുതേണ്ടതുണ്ടോ ലൈസൻസ് നിലനിർത്താൻ? നമ്മൾ ഒരു പ്രാവശ്യം ലൈസൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യാൻ 15 ക്രെഡിറ്റ് നമ്മൾ ചെയ്യണം. ദാറ്റ് മീൻസ് 15 കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, 15 hours. 1 hour ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യണം. അത് ഓൺലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കോഴ്സസ് എടുക്കാം. സോ 15 hours ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ചെയ്യണം. അത് പേയബിൾ ഉണ്ട്, നോൺ പേയബിൾ ഉണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ഏതാണ് ചെയ്യുന്നത് അത് നമ്മൾ ഓൺലൈനിൽ എന്നിട്ട് നമ്മുടെ ലേണിംഗ് പോയിന്റ്സ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ആ പെർട്ടിക്കുലർ പ്രൊവിൻസിലെ കോളേജിന് അപ്ലൈ ചെയ്യുക. ഓൾമോസ്റ്റ് $885 കൊടുത്തിട്ട് ലൈസൻസ് എല്ലാ വർഷം മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള കോസ്റ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ കോസ്റ്റും എല്ലാം നമ്മൾ ഏതെങ്കിലും എംപ്ലോയർ നമ്മൾക്ക് ഫണ്ട് ചെയ്യുമോ, അതെ നമ്മൾ തന്നെ അതിന്റെ ക്യാഷ് കണ്ടെത്തണം? അത് ഡിപ്പെൻഡ് ചെയ്യും. ഓരോ കമ്പനി പോളിസി അനുസരിച്ച് ഫുൾ ടൈം സ്റ്റാഫിന് അലോട്ടഡ് ആയിട്ട് ചിലപ്പം $200 ഫോർ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ അലോട്ട്മെന്റ് കാണും. പാർട്ട് ടൈമേഴ്സിന് അത് കാണത്തില്ല, അല്ലെങ്കിൽ കാഷ്വൽസിന് അത് കാണത്തില്ല. പിന്നെ ലൈസൻസ് റിന്യൂവലും കമ്പനീസ്, ചില കമ്പനീസ് പേ ചെയ്യും, ചില കമ്പനീസ് പേ ചെയ്യില്ല. സോ ഇറ്റ്സ് സെൽഫ് എക്സ്പെൻസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പങ്കുവെച്ച വിവരങ്ങൾ ഒരു പ്രൊവിൻസിലേക്ക് മാത്രമുള്ളതാണോ, അതേ കാനഡ മുഴുവൻ ഉള്ളതാണോ ഈ റെഗുലേഷൻസും കാര്യങ്ങളും? ഓരോ പ്രൊവിൻസിലും അവിടുത്തെ ലെജിസ്ലേറ്റീവ് ബോഡിയാണ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഓരോ പ്രൊഫഷനും. സോ ആൽബർട്ട കോളേജ് ഓഫ് ഫാർമസി അല്ലെങ്കിൽ ടൊറന്റോ കോളേജ് ഓഫ് ഫാർമസി, അവരാണ് ആ സ്റ്റേറ്റിന്റെ റെഗുലേറ്ററി ബോർഡ്. സോ ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഫാർമസിസ്റ്റ്, എനിക്ക് ടൊറന്റോയിൽ പോകണമെങ്കിൽ അവിടുത്തെ ലെജിസ്ലേറ്റീവ് എക്സാംസ് എഴുതണം വീണ്ടും ടു ബി സർട്ടിഫൈഡ് ഫാർമസിസ്റ്റ് ദെയർ. സാലറി അക്രോസ് കാനഡ വാരി ചെയ്യും. ആൽബർട്ടയിലാണ് ഇച്ചിരി കൂടുതൽ, ടൊറന്റോയിൽ ഇച്ചിരി കുറവ്, BCയിലും കുറവായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് തിക്ലി പോപ്പുലേറ്റഡ് ആൻഡ് ആൾക്കാരെ കിട്ടാൻ അത്ര ക്ഷാമമില്ല. സോ അതുകൊണ്ട് കുറച്ച് പേ വ്യത്യാസം വരും. ആൽബർട്ട ഈസ് ക്വൈറ്റ് ഹൈലി പെയ്ഡ്. ഇപ്പോൾ കാനഡയിലെ പല പ്രൊവിൻസുകളിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ് ആണോ ഇതിൽ? എല്ലാവർക്കും എല്ലാ പ്രൊവിൻസിലിരുന്നും എക്സാം എഴുതാൻ പറ്റുമോ,
ഒരു പ്രൊവിൻസിൽ എക്സാം ക്ലിയർ ചെയ്ത ഒരു വ്യക്തി മറ്റൊരു പ്രൊവിൻസിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാനഡയിലെ സ്റ്റാൻഡേർഡ് എക്സാം ആണ് ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഓസ്കി. സോ ഈ 3 എക്സാംസ് എല്ലാ പ്രൊവിൻസിലും സെയിം ആണ്. ഈ 3 എക്സാംസ് കഴിഞ്ഞിട്ട് നമുക്ക് ലോ എക്സാം ഉണ്ട് ആ സ്റ്റേറ്റിലെ, അതായത് ആ പ്രൊവിൻസിലെ. എന്നിട്ട് ആ പ്രൊവിൻസിലെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവും. ഇപ്പം നമ്മൾ ആൽബർട്ടയിൽ നിന്ന് ഒണ്ടാരിയോയിൽ പെട്ടെന്ന് മൂവ് ചെയ്യുക, നമുക്ക് അവിടുത്തെ ഫാർമസിസ്റ്റ് ആവണമെങ്കിൽ നമുക്ക് ഒരു ലോ എക്സാം എഴുതാം. ഓരോ പ്രൊവിൻസിലും ലോ ഡിഫറെന്റ് ആണ്. അതിലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടൊറോണ്ടോയിലുള്ള ഫാർമസിന് പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റത്തില്ല, പക്ഷേ ആൽബർട്ടയിലുള്ള ഫാർമസിന് പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസസ് കാണും. നേഴ്സ് പ്രാക്ടീഷണറിന് ആൽബർട്ടയിൽ എഴുതാൻ പറ്റും, പക്ഷെ ഒണ്ടാരിയോയിൽ എഴുതാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് ഈ ലോ എക്സാം നമ്മൾ എഴുതുന്നത്. ഓരോ പ്രൊവിൻസിൽ പോകുമ്പോൾ ജസ്റ്റ് അവിടുത്തെ എത്തിക്സും റെഗുലേഷൻസും എന്താ ഉള്ളതെന്നുള്ളത് അതിനു വേണ്ടി നമ്മൾ ആ എക്സാം എഴുതിയിട്ട് അവിടുത്തെ ഫാർമസിസ്റ്റ്. കാനഡയിലെ ഫാർമസിസ്റ്റിന്റെ സ്കോപ്പിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പം നിലവില് ഇപ്പം റൂൾസ് ഒത്തിരി മാറിയോണ്ട് ഇന്റർനാഷണൽ ഫാർമസിസ്റ്റിന്റെ ഇൻഫ്ലക്സ് കുറഞ്ഞുകൊണ്ട് ഡിമാൻഡ് കൂടുതലാണ് ഈ പ്രൊഫഷൻ ഇപ്പം. കാനഡയിലെ ഫാർമസിസ്റ്റിനെ എല്ലാം കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ നെറ്റ്വർക്കോ ഉണ്ടോ? കാനഡയില് അങ്ങനെ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല, പക്ഷെ ഇമിഗ്രൻസിന്റെ ഫാർമസി ഗ്രൂപ്പ്സ് ഉണ്ട്. കാൽഗറിയില് ബോ വാലി ഹാസ് ദാറ്റ്. ബ്രെഡിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ ചെയ്യുമായിരുന്നു, ബട്ട് ബോ വാലി ഇപ്പോഴും ആക്റ്റീവ് ആണ് ഇമിഗ്രന്റ് ഫാർമസിസ്റ്റിനുള്ള സപ്പോർട്ട് കൊടുക്കാൻ. സോ അവരാണ് ഗ്രാൻഡ് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് $16,000 ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല വിത്ത് ന്യൂ ടേംസ്, ബട്ട് അൺടിൽ ലാസ്റ്റ് ഇയർ അതുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്നും ഇവിടെ ഫാർമസിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലത്തെ ഈ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ പ്രോസസ്സിനെ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ടൈം കൺസപ്ഷൻ ആണ് ഈ പ്രോസസ്സുകളെല്ലാം. സോ ഓൾമോസ്റ്റ് ലൈക്ക് 8 months to 1 year എടുക്കും ഈ പ്രോസസ്സുകൾ. സോ എൻ്റെ ബെസ്റ്റ് അഡ്വൈസ് ഇവിടെ വന്ന് ടൈം സ്ട്രഗിൾ ചെയ്ത് എക്സ്പെൻസസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ബെറ്റർ ആണ് ഈ പ്രോസസ്സുകളെല്ലാം അപ്രൂവ് ആയിട്ട് ഇവിടെ വരുന്നത്. അതിന് ഫസ്റ്റ് തന്നെ കോളേജിലെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ആവശ്യമാണ് ഇവിടുത്തെ കോളേജിന്. സോ അവിടെ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 6 months എടുത്തു കോളേജിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റ് ഇവിടെ എത്താൻ വേണ്ടി. സോ അത് നാട്ടിൽ ആരും ഇല്ലെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഫസ്റ്റ് ഇവാലുവേഷൻ ക്രെഡൻഷ്യൽസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് വരുവാണെങ്കിൽ യു സേവ് എ ലോട്ട് ഓഫ് ടൈം. നമ്മുടെ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യുന്നത് നേരിട്ട് കോളേജിലേക്ക് അയച്ചു കൊടുത്താണോ ഇവാലുവേഷൻ ചെയ്യുന്നത്? അതേ ഏതെങ്കിലും ഏജൻസി നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസിയിലേക്കാണോ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഇവാലുവേഷൻ അയക്കുന്നത്? ഡയറക്റ്റ് തന്നെ PEBCക്കാണ് അയച്ചു കൊടുക്കുന്നത്, ഫാർമസി കൗൺസിൽ ഓഫ് കാനഡ. ഇത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് മിഡ് ഏജൻസീസ് ഉണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം ഇങ്ങനെ നടുക്ക് നിൽക്കുന്ന ഏജൻസീസ് ഉണ്ട്, പക്ഷെ അവരൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. നമുക്ക് ഫോംസ് ഫില്ല് ചെയ്യുന്നതും നമ്മുടെ കോളേജിനെ ഇവർക്ക് കണക്ട് ചെയ്യുന്നതും അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കത് ഹെഡേക്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഫാർമസിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ വ്യക്തികളോട് എന്താണ് ഒരു ടിപ്പ് കൊടുക്കാനുള്ളത്? ഒരു കാര്യം പറയാനുള്ളത്, determination and hard work will reach you to heights, and never ever give up on failures are just a stepping stone to success. പിന്നെ എത്ര ഡിഫിക്കൾട്ട് സ്റ്റെപ്പ് ആണെങ്കിലും അതിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ബ്ലോഗ്സ് വായിക്കുമായിരുന്നു. ഒരുപാട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് കാനഡയിൽ വന്നിട്ട് എങ്ങനെയാണ് അവരുടെ ഗോൾസ് റീച്ച് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ലൂസ് ചെയ്തു, ബട്ട് in the end they received what they had to, and it was worth it. So even though the process is hard, even though it takes a long period, but you know what, it is worth it. So it's not impossible, and everybody can try for it and get there.
ഇൻഫോടൈമിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഫാർമസിയെ കുറിച്ചും ഫാർമസി എക്സാമിനെ കുറിച്ചും രജിസ്ട്രേഷനെ കുറിച്ചും നാട്ടിൽ നിന്ന് ചെയ്യുന്ന ക്രെഡൻഷ്യൽ ഇവാലുവേഷന്റെ ടിപ്സിനെ കുറിച്ചും എല്ലാം നമ്മളോട് പങ്കുവച്ച ഷീബയ്ക്ക് നമ്മൾ ഓൺലൈൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. Thank you.